ഹലോ എവരിവൺ, റിബ് ഫെസ്റ്റിലാണ് ഞാൻ. ലണ്ടൻ റിബ് ഫെസ്റ്റ് അമേരിക്കയിലും കാനഡയിലും ഉടനീളം നടക്കുന്ന ഒരുതരം ഭക്ഷ്യമേളയാണ് റിബ് ഫെസ്റ്റ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ഇത്തരം ഒരു യൂറോപ്യൻ സംസ്കാരത്തെ സന്തോഷത്തോടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. കാനഡയിലെ ഒൻറ്റാറിയോയിലെ ലണ്ടനിൽ വർഷം തോറും സിവിക് ഹോളിഡേയുടെ വാരാന്ത്യത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ലണ്ടൻ റിബ് ഫെസ്റ്റ്. 1985 മുതൽ നടത്തപ്പെടുന്ന ഈ ഉത്സവം ലണ്ടനിലെ ക്ലാരൻസ് സ്ട്രീറ്റിലെ വിക്ടോറിയ പാർക്കിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. COVID-19 പാൻഡമിക്കിൻ്റെ അടിസ്ഥാനത്തിൽ 2020 മാത്രം ഈ ഫെസ്റ്റിവൽ നടത്തപ്പെട്ടിട്ടില്ല. എല്ലാ സമ്മറിലും നടത്തപ്പെടുന്ന ഈ റിബ് ഫെസ്റ്റ് ഇപ്രാവശ്യം ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 4 വരെയായിരുന്നു നടത്തപ്പെട്ടത്. ഒരു റിബ് ഫെസ്റ്റിൽ സാധാരണയായി ബാർബിക്യൂ, ബീഫ് അല്ലെങ്കിൽ പന്നിയിറച്ചി റിബ്സ്, പുൾഡ് പോർക്ക് സാൻഡ്വിച്ചുകൾ, ചിക്കൻ, കോൾസ്ട്രോ, ബേക്ക്ഡ് ബീൻസ്, മറ്റ് അനുബന്ധ ഭക്ഷണ ചോയ്സുകൾ, അങ്ങനെ എല്ലാം വിൽക്കുന്ന അനേകം ഭക്ഷണ വിൽപ്പനക്കാർ ഇവിടെ ഉണ്ടാകും. ബെസ്റ്റ് റിബ്സ്, ബെസ്റ്റ് സോസ്, ബെസ്റ്റ് പുൾഡ് പോർക്ക്, പീപ്പിൾസ് ചോയ്സ് എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളിൽ നിന്നും അനവധി അവാർഡുകൾക്കായി വിൽപ്പനക്കാർ പരസ്പരം മത്സരിക്കുന്നു. ലണ്ടൻ റിബ് ഫെസ്റ്റിൽ എൻട്രി ഫീ ഒന്നുമില്ല, പ്രവേശന സൗജന്യമാണ്. പകരം ഇവിടുന്ന് ഫുഡും റിബ്സും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചാൽ മതി. കാനഡയിലെ ഏറ്റവും വലിയ റിബ് ഫെസ്റ്റ് ഒൻറ്റാറിയോയിലെ ബെർലിംഗ്ടണിൽ നടക്കുന്ന റിബ് ഫെസ്റ്റാണ്. ഇതൊക്കെ ഫുഡ് കോർട്ടുകളാണ്. ഓരോ ഫുഡ് കോർട്ടിന് മുന്നിലും നീണ്ട ക്യൂ ഉണ്ട്. ഫുഡ് കോർട്ടുകൾക്ക് മുമ്പിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഈ ട്രോഫികൾ അവർ മുന്നേ അച്ചീവ് ചെയ്ത ട്രോഫികളാണ്. നല്ല തിരക്കാണ് ഓരോ ഫുഡ് കോർട്ടിന് മുന്നിലും. ആ ബാഗിനുള്ളിൽ അവരുടെ പെറ്റ് പാരറ്റ് ഉണ്ട്. പെറ്റ് ഡോഗ്സിനെ കൊണ്ടുവരുന്ന ഒത്തിരി പേരെ ഞാനിവിടെ കണ്ടു. ഓരോരുത്തരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും മതിമറന്ന ആഹ്ലാദം. ഓരോ ഫുഡ് കോർട്ടിന് മുമ്പിലും നമ്മെ അട്രാക്റ്റ് ചെയ്യാൻ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നിൽക്കുന്നുണ്ട്. അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സോസുകൾ തരും. ഭക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. രണ്ട് സെപ്പറേറ്റ് ഫുഡ് കോർട്ടിന് മുമ്പിലെ ക്യൂവിൽ നിന്നു.
നീണ്ട കാത്തുനിൽപ്പിനൊടുവിൽ ഫുഡ് കിട്ടി. ഇനി സ്വസ്ഥമായി കഴിക്കാൻ ഒരിടം വേണം. പതിനെട്ട് ഏക്കറോളം വരുന്ന ഈ വിക്ടോറിയ പാർക്കിൽ കുറേ ചെറിയ ചെറിയ സ്റ്റോളുകൾ, എല്ലായിടത്തും കച്ചവടമുണ്ട്. ആളുകൾ വളരെ ഫ്രീ ആയി തിരക്കിട്ട് ഓടുകയാണ് ഇഷ്ടപ്പെട്ട വിഭവം ആസ്വദിക്കാനായി. ഞങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് കാനഡയിൽ കണ്ട മറ്റൊരു സിസ്റ്റമാണ്. വാഹനം പാർക്ക് ചെയ്ത് സെൽഫ് പേയ്മെൻറ്റ്. ഗ്രേറ്റ്. ഏതായാലും കാനഡയിലെ ഒരു ഉത്സവം കൂടി ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. വിക്ടോറിയ പാർക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു കത്തീഡ്രൽ ചർച്ചുണ്ട്. ഇപ്പോൾ കയറാനുള്ള സമയമില്ല. ഇനി ഒരു ദിവസം അവിടെ എക്സ്പ്ലോർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.